പെട്ടെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്, അങ്ങയെ കാണാൻ കെ സി വേണുഗോപാൽ വരുന്നു, അങ്ങയുടെ മനസ്സ് പകുതി BJP-യോടൊപ്പമാണെന്ന് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത്? ഞാനാണോ സമാധാനം പറയേണ്ടത്? ഞാൻ നിരപരാധിയല്ല. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു? ഗോപാലകൃഷ്ണന്റെ മനസ്സ് പകുതി മാർക്സിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാളുടെ ഭാര്യയുടെ മനസ്സ് മാർക്സിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. വീട്ടിൽ കളിക്കുന്നതിന്റെ ഭാര്യയെ പറ്റി ഇവിടെ പറയുക. എന്റെ ഭാര്യയുടെ മനസ്സാണ് എങ്ങനെയായിരുന്നു? അപ്പൊ ഗോപാലകൃഷ്ണനാണ് മാത്രമേ അങ്ങനെ പറയുള്ളൂ കേരളത്തിൽ. അങ്ങനെ വന്ന് കണ്ടു എന്നാ പറഞ്ഞു. കെ സി വേണുഗോപാലും കണ്ടു, ഗോപാലകൃഷ്ണനും കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്താ കണ്ടത്? എന്താ കുഴപ്പം? ഇവിടെ കണ്ടത് കാണുന്നത് കുഴപ്പമല്ലേ? എന്ത് കുഴപ്പം? അപ്പൊ EP ജയരാജൻ സഖാവ് കണ്ടത് കുഴപ്പമാണല്ലോ. EP ജയരാജൻ കണ്ടത് കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ പ്രശ്നം മറ്റു പാർട്ടിക്കാരല്ലേ? കോൺഗ്രസ് അല്ലേ? മറ്റു പാർട്ടിക്കാരെ കാണരുതെന്ന് ആര് പറഞ്ഞു? പാർട്ടി പറയുന്നു. പാർട്ടി പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അത് പറയാനും പറ്റില്ല. കാരണം പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രവർത്തനം. കണ്ടതുകൊണ്ട് എന്താ ഉടനെ ചാരിത്രം ഇല്ലാതാവും? കണ്ടതുകൊണ്ട് എന്താണെന്നുള്ളത് വലിയ ചോദ്യമാണ്. ADGP അജിത് കുമാർ കണ്ടതും കുഴപ്പമാണ്. അങ്ങനെയുണ്ട്. ചുമ്മാ അജിത് കുമാറിന്റെ കിജിത് കുമാറിന്റെ ഒന്നും കാര്യം എന്നോട് ചേർത്ത് പറയാതെ. എന്നെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ടാവും. ഇന്നുവരെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ വരുന്നവരെ എന്നെ സ്വാധീനിക്കുന്നില്ലല്ലോ. അല്ല, വളരെ പെട്ടെന്നാണല്ലോ ഇവര് കെ സി വേണുഗോപാലൊക്കെ വരുന്നത്. പെട്ടെന്നല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇതിനു മുമ്പും വരാറുണ്ട്. എന്താ വന്നാല് എനിക്ക് അതിനുമായിട്ട് 13 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കേരളയിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. പുള്ളി സെനറ്റ് മെമ്പറാണ്, വിദ്യാർത്ഥി പ്രതിനിധിയാണ്, കേസുവിന്റെ പ്രസിഡന്റാണ്. അയാൾ അസംബ്ലിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മിനിസ്റ്റർ, ഞാൻ MLA ആയിരിക്കും, പുള്ളി മിനിസ്റ്റർ. പിന്നെ ഇപ്പം പാർലമെന്റിലേക്ക് പോയി. ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയാണല്ലോ ഇപ്പം. അതുകൊണ്ട് പെല്ലില്ലാതിരിക്കാൻ എന്തായാലും. അങ്ങനെയാണ് പിണറായി വിജയൻ മോഡിയെ കാണാൻ പോകുന്നുണ്ടല്ലോ. കാണാൻ പാടില്ലല്ലേ? ഞാനും പിണറായി വിജയൻ കൂടി കഴിഞ്ഞ പോകുമ്പോൾ മോഡിയെ കാണാൻ പോയല്ലോ. ഗഡ്കരിയെ കണ്ടല്ലോ. ഗഡ്കരി RSല്ലേ? പൊതുജീവിതത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തമ്മിൽ കാണുന്നത് ദുരുദ്ദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ ഇത് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. അങ്ങനെ 62 വർഷമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ഒന്നും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ. അനന്ത വന്നുകൊണ്ട് അയാളെ എൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞ് മാറി എങ്ങനെയാണ് കാണാൻ വന്നതേ ഉള്ളൂ. അയാൾ പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ അയോഗ്യനാണ് ആ ഒരു രാഷ്ട്രീയം നടന്നത്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് തെറ്റാണെന്ന് കോൺഗ്രസ് പരസ്യമായി പറയാത്ത കാലത്താണ് കോൺഗ്രസ് ഇന്ത്യയിലാണ് അധികാരത്തിൽ വന്നിട്ട്. കാരണം BJP അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഏകാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമില്ല. അതൊന്നുമില്ല. ഇതാണ് ആകെ കൂടെ പറഞ്ഞ ഒരു രാഷ്ട്രീയം. അത് കേസോട് പറഞ്ഞു. കേസോട് പറയണമല്ലോ. ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ അങ്ങ് പറഞ്ഞു. എന്നാൽ ഞാൻ കേസ് CPM-ലേക്ക് ക്ഷണിച്ചില്ല. അയാൾ എന്നെ ഒരിക്കലും കോൺഗ്രസ് ക്ഷണിക്കത്തുള്ളൂ. അത്ര നല്ലതൊന്നുമില്ല അയാൾ. പിന്നെ ഗോപാലകൃഷ്ണൻ വന്നു. അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. 1 വർഷം മുമ്പ് എന്താ ഒരു ആവശ്യം വന്നതാണ്. ഇപ്പോൾ 1 ഇയർ. ഈയിടെ വന്നതല്ലേ പറഞ്ഞത്? അബദ്ധമായിട്ട് നോക്കാം. ഈയിടെ വന്നു. അങ്ങനെ പറഞ്ഞു. അതെന്ത് ഉത്തരവ്? പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞത്? ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. ഞാനൊന്നും പ്രതികരിച്ചുള്ളത് എന്റെ മാന്യത. രണ്ടാമത് എന്റെ വൈഫായിട്ട് 1 മണിക്കൂർ സംസാരിച്ചു. എന്തോ എന്റെ വൈഫ് അങ്ങനെ 1 മണിക്കൂറായിട്ട് വിടുന്ന ആരോടും സംസാരിക്കാറില്ല. അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ പ്രവർത്തകയായിരുന്നു. പഠിച്ച അതേ ST കോളേജിൽ ജോലി കിട്ടി. അവരുടെ അച്ഛൻ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സിന്റെ ഹെഡായിരുന്നു. അവരവിടെ ആദായ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി. റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായുള്ളൂ. എന്നിട്ട് വീട്ടിലെ അടുക്കളപ്പണി ചെയ്യുക. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഒന്നിനും പോയില്ല. മുൻമന്ത്രിയുടെ ഭാര്യയാണ്. PhD ഉണ്ട്, MPhil ഉണ്ട്. എവരിത്തിങ് ഷീ ഗോട്ട്. ഒരു സർക്കാർ ജോലിക്കും പോയില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് കീഴിലായാലും ആരെല്ലാം പോയി. ഞങ്ങൾ പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലരും വരുന്നു. ലക്ഷം വന്നു പോയി. അദ്ദേഹം ഒരു പുസ്തകം തരാമെന്നതാണ്. അതായത് 600 പുസ്തകം പ്രസിദ്ധീകരിച്ച ആ കാലത്ത്. അവിടെ രാഷ്ട്രീയമാണല്ലോ. അപ്പൊ എല്ലാ ജില്ലകളിലെയും അവർക്കൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട് അവർ പ്രമുഖരെന്ന് പറയുകയാണ്. ആ പ്രമുഖരോട് എണ്ണയുമ്പോഴത്തേക്ക് എനിക്ക് ആ പുസ്തകം തരാമെന്നതാണ്. ആ പുസ്തകം വായിച്ചു. ഞാൻ വായിക്കുകയും ചെയ്തു. ഞാനത് എൻ്റെ ലൈബ്രറിയിൽ വെച്ചിട്ടുണ്ട്. അയാളത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പോൾ വന്നപ്പോൾ അദ്ദേഹം ഇതിനെ കയറി എടുത്ത് കാര്യത് അവർക്ക് ഇങ്ങനെ ഞാൻ ഏതെങ്കിലും
പറ്റുമോ? ഞാൻ കണ്ടെത്തില്ല. ഒരു എൻ്റെ വയലത്തെല്ലാം ബി ജെ പിക്കാരുണ്ട്. എൻ്റെ വാർഡ് താമസിക്കുന്ന വാർഡിലെ മെമ്പർ BJP സ്ത്രീയാണ്. അവിടെ 50 വോട്ടിന് ഒരു ജയിച്ചു ഭൂരിപക്ഷം. പഞ്ചായത്ത് ഞങ്ങളാണ് 17-13 ഞങ്ങളാണ്. ഞാൻ കേട്ടു. അവിടെ ഞാൻ കേട്ടത്തില്ല, എല്ലാവർക്കും വരാം. അല്ല, കുറച്ചു മുമ്പ് പറഞ്ഞ എങ്ങനെയാണ് ആർക്കും ആരെയും വന്ന് കാണാമല്ലോ. ഇതൊക്കെ അതായത് തെറ്റായിട്ടുള്ള ഒത്തിരി സങ്കല്പങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണോ? സ്വന്തം ഓർമ്മിപ്പിക്കുകയാണ്. 2ാം ലോകമായുദ്ധ കാലത്ത് സഖാവ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി. ചോദിച്ചാൽ എന്തിനായിരുന്നു? ഹിറ്റ്ലർ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അല്ലേ? അതുപോലെ കൊലയാളി ഉണ്ടായിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് എത്ര ലക്ഷം ആളെയാണ് കൊന്നത്? എസ്പെഷ്യലി ജൂസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും. സ്റ്റാലിൻ അനാക്രമണം വിടണം, തമ്മിൽ യുദ്ധം വേണ്ട. ചരിത്രത്തിൽ കിടക്കാറ്. അങ്ങനെ ചെയ്തത് അദ്ദേഹം ചെയ്തത് ഹിറ്റ്ലറുടെ സൈന്യം ഇപ്പോഴത്തെ യുക്രൈൻ എന്ന സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ്, USSRന്റെ ഭാഗമാണ്. 16 റിപ്പബ്ലിക്കുകളും അതിന് 100 സ്റ്റേറ്റുകളുമുള്ള ലോകത്തിന്റെ 6 കഷണത്തിൽ ഒന്നെടുത്ത റഷ്യ മാത്രമായിരുന്നു, സോവിയറ്റ് യൂണിയൻ. ആ യുക്രൈൻ വഴി വേണം വരാൻ, റഷ്യ ആക്രമിക്കാൻ. ഈ ജർമ്മൻകാർ അതിലെയാണ് 1ാം ലോകമായുദ്ധ കാലത്ത് വന്നങ്ങനെയാണ്. അപ്പൊ അതൊന്ന് ഹാൾട്ട് നിർത്താൻ വേണ്ടി ചെയ്തു. അപ്പൊ അവർക്ക് അവിടെ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനാണ്. ഇവർ ആക്രമിക്കുമെന്നാണ്. പിന്നെ ആക്രമിച്ചല്ലോ. ആക്രമിച്ച് മോസ്കോയുടെ അടുത്ത് വരെ വന്നു. അവസാനം മൊത്തം തിരിച്ചോടിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിന്റെ മുകളിൽ ചെങ്കോടിയാണ് ഉയർത്തുന്നത്. അതിനാണ് അടവ് നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റാലിനുമായിട്ട് അദ്ദേഹം കണ്ടതൊരു തെറ്റായി. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങൾ അങ്ങനെ സത്യതാപരമായ രാഷ്ട്രീയമുള്ളവരും കാണാറുണ്ട്. ഓരോ ആവശ്യമായിരിക്കും. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിശാല ബോധമുണ്ടെങ്കിലേ മനസ്സിലാവും. അല്ലാതെ ഇന്നത്തെ ഈ ഓപ്പൺ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജിയോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ നാട്ടിലെ ജനത്തിന് വിശ്വാസമുണ്ടെങ്കിൽ എന്നൊന്നും പഠിക്കണ്ട. അതല്ല പകലെന്ന് പറയുകയും രാത്രി വേർന്ന് കാണിക്കുകയും ചെയ്യുന്ന കുറച്ചാളുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ ആരും പിടിച്ചിട്ടില്ല, ശത്രുക്കൾ പോലും പിടിച്ചിട്ടില്ല. ഒരു കാരണവശാലും പേടിക്കണ്ട. ഉറപ്പാണ്. അത് പറയുന്നത് എന്നോടല്ല, കേരളത്തിലെ പൊതുസമൂഹത്തോടാണ്.